കാർഷിക സർവകലാശാലയുടെ ഉടമസ്ഥതയിലുള്ള മണ്ണുത്തി അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷന്റെ 90 ഏക്കർ ഭൂമി വെറ്റിനറി സർവകലാശാലയ്ക്ക് കൈമാറാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ജനുവരി 3 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാനിരിക്കെയാണ് ഭൂമി കൈമാറുന്നതിനെതിരെ പ്രതിഷേധവുമായി തൊഴിലാളികൾ രംഗത്തെത്തിയത്. 200-ലധികം തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടമാകുമെന്നും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കാർഷിക സമ്പത്ത് നഷ്ടമാകും എന്നുമാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ സർവകലാശാലയുടെ വികസനത്തിന് ഭൂമി കൈമാറ്റം അത്യാവശ്യമാണ് എന്ന നിലപാടിലാണ് വെറ്റിനറി സർവകലാശാല. അത് ഞങ്ങൾ കൊടുക്കില്ല. പണി പോകുന്ന പറയുന്നത് നമ്മൾ ഇത്ര കാലം കഷ്ടപ്പെട്ട് പോന്നിട്ട് പിന്നെ ഇപ്പം ഈ പണി പോകുന്നു പറഞ്ഞാൽ അത് ഭയങ്കര വിഷമമല്ല. ഞങ്ങൾ തന്നെയില്ല, ഇത്രയും പേരുടെ തൊഴിലാണ് കളയുന്നത്. അതുകൊണ്ട് അവർക്ക് എന്ത് നേട്ടം? പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കാട് മൂടിക്കിടന്ന ഇടം ചോര നീരാക്കി കാട് വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കി ഒടുവിൽ ആ ഭൂമി സ്വന്തമാക്കാൻ മറ്റൊരു കൂട്ടരെത്തി. മണ്ണിൽ പോരടിച്ചവന് ഒടുവിൽ ആ മണ്ണു തന്നെ നഷ്ടമാവുകയാണ്. 100 വർഷത്തിലധികം പഴക്കമുള്ള റംബൂട്ടാൻ ശേഖരം, അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണുന്ന 60 ഇനം മാവുകൾ, വിദേശത്തു നിന്നെത്തിച്ച ബലവൃക്ഷങ്ങൾ, ദീർഘകാല വിളകളുടെ വിപുലമായ ജനിതക ശേഖരം ഉൾപ്പെടുന്ന ഗവേഷണ കേന്ദ്രത്തിന്റെ ഭൂമിയാണ് വെറ്റിനറി സർവകലാശാലയ്ക്ക് കൈമാറാൻ ഒരുങ്ങുന്നത്. അതും തീറ്റപ്പുൽ കൃഷിക്കായി. കാർഷിക സർവകലാശാലയുടെ മണ്ണൂത്തിയിലെ ഗവേഷണ കേന്ദ്രവും വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റും ഉൾപ്പെടുന്നതാണ് ഭൂമി. 2011 കാർഷിക സർവകലാശാലയിൽ നിന്ന് വേർപിരിഞ്ഞ് വെറ്റിനറി സർവകലാശാല രൂപീകൃതമായത്. തുടർന്ന് 2018 നിയമപ്രകാരം കൈമാറേണ്ട 20 സ്ഥാപനങ്ങളും ഭൂമിയും കൈമാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ വെറ്റിനറി സർവകലാശാല തയ്യാറാക്കിയ റിപ്പോർട്ട് മാത്രം പരിഗണിച്ചാണ് ഭൂമി കൈമാറ്റത്തിന് അനുമതി നൽകാൻ മന്ത്രിസഭ ഒരുങ്ങുന്നതെന്നാണ് ആക്ഷേപം. ഇപ്പോൾ കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഇല്ലാതാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനേക്കാൾ കൂടുതൽ 100-200 തൊഴിലാളികളുടെ ബാധിക്കുന്ന വിഷയമാണ് എന്നതുകൊണ്ട് അത് വലിയ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുക. പ്രതിവർഷം 5 കോടിയിലേറെ രൂപയാണ് കൈമാറ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയിൽ നിന്ന് വരുമാനമായി കാർഷിക സർവകലാശാലയ്ക്ക് ലഭിക്കുന്നത്. കൈമാറ്റം നടപ്പായാൽ 45 സ്ഥിരം ജീവനക്കാർ, 65 കാഷ്വൽ ജീവനക്കാർ, 100 ദിവസവേതനക്കാർ തുടങ്ങി 200 പേർക്ക് തൊഴിൽ നഷ്ടമാകും. 2020 അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന VP ജോയിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതി നടത്തിയ പരിശോധനയിൽ 100 വർഷത്തിലധികം പഴക്കമുള്ള അപൂർവ ദീർഘകാല വിളകളുടെ ജനിതക ശേഖരം കണ്ടെത്തിയിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്ന് താൽക്കാലികമായി നിർത്തിവെച്ച ഭൂമി കൈമാറ്റ നടപടിയാണ് വീണ്ടും പുനരാരംഭിക്കുന്നത്. ഡോക്ടർ B അശോക് വെറ്റിനറി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ ഈ ആവശ്യം ഉയർന്നു. എന്നാൽ സർക്കാർ നിരാകരിച്ചു. നിലവിൽ ഡോക്ടർ B അശോക് കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുമ്പോഴാണ് മന്ത്രിസഭാ നീക്കമെന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ സർവകലാശാലയുടെ വികസനത്തിന് ഭൂമി അനിവാര്യമാണെന്ന നിലപാടിലാണ് വെറ്റിനറി സർവകലാശാല. സർക്കാർ തലത്തിലെടുത്ത തീരുമാനമാണെന്നും സർവകലാശാല ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നുമാണ് ഉന്നത കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത്. ദിവസക്കൂലിക്കടക്കം പണിയെടുക്കുന്ന സാധാരണ തൊഴിലാളികളാണ്. അവരുടെ ജീവിത പ്രശ്നമാണ്. തൊഴിലാളികളുടെ കണ്ണുനീരിൽ പടുത്തുയർത്തിയ ഒരധികാര കേന്ദ്രവും ഇന്നോളം നിലനിന്നിട്ടില്ല. ചോര നീരാക്കിയ മണ്ണിൽ ആ തൊഴിലാളികളുടെ കണ്ണുനീർ വീഴ്ത്തരുത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. സർവകലാശാലയുടെ വികസനത്തിന് ഭൂമി കൈമാറ്റം അത്യാവശ്യമാണ് എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് വെറ്റിനറി സർവകലാശാലയുള്ളത്. പക്ഷേ തൊഴിലാളികൾ പറയുന്നതും അവരുടെ വിഷയങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. 200-ലധികം തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടമാകും, അതുപോലെ തന്നെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കാർഷിക സമ്പത്ത് നഷ്ടപ്പെടും എന്നുള്ള വാദമൊക്കെ തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അവർ പറയുന്നതും ഗൗരവത്തിലെടുത്തുകൊണ്ട് വേണം തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ. കാണാം തൊഴിലാളികളുടെ പ്രതികരണം. ഞങ്ങൾക്ക് നഷ്ടമാകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ ജോലി പോവാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾക്കത് കിട്ടണം സാറേ, എത്രയായാലും ഞങ്ങൾക്കത് വിട്ടുകൊടുക്കാനുള്ള സാധ്യത ഞങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല. ഞങ്ങൾ ഇത് മുന്നോട്ട് തന്നെ പോകും. ഞങ്ങൾ വർഷങ്ങൾ കുറേ ഇവിടെ ജോലി ചെയ്ത് തുടങ്ങിയിട്ട് സ്ഥലം നഷ്ടപ്പെടണതിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. ഞങ്ങൾ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ ഇവർ യൂണിവേഴ്സിറ്റി ഇതാവുമ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. ഞങ്ങൾ ഇത്ര കൊല്ലം ഞങ്ങൾ കുറേ തൊഴിലാളികൾ കഷ്ടപ്പെട്ടുള്ള സ്ഥലമാണ്. ഈ കുന്നും മലയും കാട് വെട്ടി വൃത്തിയാക്കി വീശി എല്ലാ പണിയും കഴിച്ച് വൃത്തിയാക്കി വന്നപ്പോൾ വെറ്റിനറിക്കാർക്ക് വേണമെന്ന് ഞങ്ങൾ എവിടേക്ക് പോകാൻ ഈ പ്രായം കൊണ്ട്
പണിയെടുത്തെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ജീവൻ തന്നെ പോയാലും ഞങ്ങൾക്ക് വേണം അത്. ഞങ്ങളുടെ തൊഴിലാളി, ഞങ്ങൾ ഇത്രയും ജനങ്ങളുണ്ട് ഇവിടെ. ഞാനിവിടെ വന്നിട്ട് 19 കൊല്ലമായി. അന്നൊക്കെ ഇത് ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു. അതൊക്കെ വെട്ടി വെടുപ്പാക്കിയിട്ടാണ് ഇപ്പോൾ ഇത്രയും നല്ല സ്ഥലങ്ങളായത്. അത് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്തായാലും. അവർക്ക് വേണമെങ്കിൽ നമ്മൾ പുല്ല് നട്ടു കൊടുക്കണമെങ്കിൽ നമ്മൾ അതിനും തയ്യാറാണ്. പക്ഷെ വിട്ടുകൊടുക്കാന്ന് പറയുന്നത് അത് എളുപ്പമുള്ള കാര്യമല്ല. ഞങ്ങളെല്ലാവരും സമരം പിടിക്കാൻ തന്നെയാണ് തയ്യാറാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.